വേദങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ വിശ്വാസി സമൂഹങ്ങളായ ഒരു പറ്റം ആൾക്കാരെയാണ് നമ്മളിപ്പോൾ അഡ്രസ് ചെയ്തത്. നാലോളം കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഇവരൊക്കെ വിശ്വാസികൾ തന്നെയല്ലേ? വിശ്വാസികൾ മാത്രമല്ല, അന്ധവിശ്വാസികളാണ് അല്ലേ? അന്ധവിശ്വാസികളായ ഇവരാണോ കുഴപ്പം? ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരാണോ കുഴപ്പം? ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുന്ന അവിശ്വാസികളായ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ഞാൻ പറയാം. റീസെന്റ് നടന്നത്, സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത് കുന്നുകളഞ്ഞു, തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ച് കുന്നുകളഞ്ഞു ഒരു പയ്യൻ. സ്വന്തം ഉമ്മായ ആ വിശ്വാസിയായിരുന്നു അല്ല. മുസാഫ്, അതായത് ഖുർആൻ കത്തിച്ച് കളഞ്ഞൊരു മനുഷ്യനാണ്. കത്തിച്ച് കളഞ്ഞിട്ട് എക്സ് മുസ്ലിമായി ആരിഫ് ഹുസൈനെ പോലുള്ള കുലം കുത്തികളുടെ വീഡിയോസ് കാണുകയും ഫോളോ ചെയ്യുകയും കേട്ടുകൊണ്ടിരുന്ന് വളരെ ഉന്മത്തനാവുകയും ചെയ്ത മനുഷ്യൻ കയറി അമ്മയെ വെട്ടിക്കൊന്നു കളഞ്ഞു. അത് വിശ്വാസി ആയിരുന്നു എങ്കിൽ ഒരിക്കലും ചെയ്തില്ല. ഉമ്മയുടെ കാലടികളിൽ സുവർഗം എന്നാ പറയും. നിങ്ങൾ ഇതെന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇതെല്ലാം തന്നെ അത് അവരുടെ ഇതെല്ലാം എന്തിന്റെ കുറ്റമാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എതിർക്കപ്പെടേണ്ടത് എന്താണ്? നമ്മൾ എന്തിനെയാണ് എതിർക്കേണ്ടത്? അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ അല്ലേ? എല്ലാ വിശ്വാസങ്ങളും ഒരു പകുതി കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. പക്ഷേ ചിലരുടെ വിശ്വാസങ്ങൾ നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമാണ്. അവരുടെ വിശ്വാസങ്ങൾ ഒരാളുടെ ജീവൻ ഹനിക്കുന്നില്ല എങ്കിൽ അതല്ലേ യഥാർത്ഥ വിശ്വാസം. പന്നി മാംസം കഴിക്കുന്നു എന്നാണ് അവരെ പറ്റി പറയും. കഴിക്കരുത്. അതെന്തുകൊണ്ട് അവർ ആഹാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു? അവർ അവരുടെ ആൾക്കാരോട് പറയുന്നു പന്നി മാംസം നിങ്ങൾ കഴിക്കരുത്. കഴിക്കേണ്ടവരായിരിക്കും. അവർ കഴിക്കുന്നില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? വേറൊരാൾ പന്നി മാംസം കഴിച്ചതിന് അവരെ ഒഴിച്ചിട്ട് പിടിച്ച് തലയർത്തുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീ വെച്ച് കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? തല്ലി കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അപ്പുറത്തോ പശുമാംസം ഭക്ഷിക്കരുത് എന്ന് അവർ അവരുടെ ആൾക്കാരോട് പറയും. ശരി, അവരുടെ ആൾക്കാരോടാണ് അവരത് പറയുന്നത്. മറ്റുള്ളവർ കഴിക്കുന്നതിനാണ് അവർ വിലക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എടുക്കണം? ആ അന്ധവിശ്വാസം നമ്മൾ എങ്ങനെ എടുക്കണം? മറ്റുള്ളവരെ കൂടെ ആക്രമിക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട വിശ്വാസത്തിന് നമ്മൾ എങ്ങനെ എടുക്കണം? വിശ്വാസങ്ങൾ ഏത് തന്നെയായാലും അത് വിശ്വാസങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് മുകളിൽ കയറുമ്പോൾ അത് അന്ധവിശ്വാസങ്ങളായി മാറും. അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്റെ ജീവൻ എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് പാസ്സാക്കാൻ ദബോൽക്കർ പോലുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണ് സ്വന്തം ജീവിതം കൊടുക്കേണ്ടി വന്നു, കുരുതി കഴിച്ചു. അദ്ദേഹത്തിന്റെ ജീവൻ ബലി കൊടുത്തിട്ട് മഹാരാഷ്ട്രയിലും കർണാടകയിലും മാത്രമാണ് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ പാസ്സായിട്ടുള്ളത്. അതായത് രാജ്യത്തെ 2 സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന ഒരു നിയമം മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. കൊണ്ടുവരാനുള്ള ധൈര്യം ഒരു സർക്കാരിന് ഇല്ലേന്താണ്. ഇനി ഇത് അഥവാ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാസ്സാക്കി കൊണ്ടുവന്നാലും അതിൽ നിന്ന് മതങ്ങളെ നീക്കി നിർത്തുന്നു. മതങ്ങൾക്കില്ലാത്ത അന്ധവിശ്വാസം വേറെ ആർക്കുണ്ട്? ഇതൊരു അച്ഛനാണെന്നുള്ള അന്ധമായ വിശ്വാസമാണ്. അത് നീക്കി നിർത്തണമെന്നാണ്. അല്ല, അച്ഛനല്ലെന്ന് പറയണം. അങ്ങനെയാണോ? എന്താണ് അന്ധവിശ്വാസം? മതത്തിനോട് ചേർന്ന് നിൽക്കുന്ന സംഗതിയിൽ അന്ധവിശ്വാസം. അതിനെപ്പറ്റി ഈ കരട് രേഖ തയ്യാറാക്കി യുക്തിവാദി സംഘടന കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇതുവരെ അത് പാസ്സാക്കി കൊണ്ടുവന്നിട്ടില്ല. നീ ഉരിഞ്ഞുകൊണ്ട് അഘോരികളെ പോലും അപമാനിച്ചുകൊണ്ട് നടത്തുന്ന കുംഭമേളയും അതിനെ പുകഴ്ത്തുന്ന ഒരു പ്രത്യേകതരം ഭരണവും ആ ഭരണത്തിനെ ആത്മാഭിമാന ബോധത്തോടുകൂടി അഭിമാനത്തോടു കൂടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന മറ്റു കുറേ ചെങ്കീതികളും ഉള്ളെടുത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കുമെന്ന് ഒന്ന് ഓർത്താൽ എനിക്കൊരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? ചാകട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേണത്തിന് പോലീസും പിടിച്ചോണ്ട് പോട്ടെ, കുറേണം ജയിലും കിടക്കട്ടെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്ധവിശ്വാസം പേരിട്ട് കൊന്നു തീർക്കട്ടെ. ബോധമുള്ളവൻ, വിവരമുള്ളവൻ ഇതിന് പോകത്തില്ലല്ലോ. അങ്ങനെയുള്ള മനുഷ്യരുടെ നിത്യമാവട്ടെ. സനാതന സംസ്കാരം നമുക്ക് എന്താണ് തരുന്നത്? സനാതന സംസ്കാരം നമ്മൾ ഏതിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള നേർസാക്ഷ്യമാണ് ഈ 4 കൊലയും. 4 കൂടുതലുണ്ട്. 4 ഇൻസിഡന്റ് എന്ന് പറയും. 4 ഇൻസിഡന്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ നിർത്തലാക്കപ്പെടേണ്ടത് അന്ധവിശ്വാസമാണ്. അത് ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കർണാടകയിൽ അന്ധവിശ്വാസം നിർത്തലാക്കിയിട്ട് എന്തുണ്ടായി? അവിടെയാണ് ഇതിലേക്ക് കളരി എന്ന് പറയും. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും നാൾ 56 കണ്ടാണെന്ന് ഡേറ്റ് കറക്റ്റ് അറിയത്തില്ല. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും നടത്തണം എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. എന്നിട്ട് ആരാണ് ഈ പറയുന്ന ജഡ്ജിമാരുണ്ടല്ലോ, വിധി പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ നീതി നടപ്പിലാക്കേണ്ട ജഡ്ജിമാർ പോലും മക്കളെ കൊണ്ട് കെട്ടിക്കണമെങ്കിൽ സ്ത്രീധനം വാങ്ങിച്ചിട്ട് കെട്ടിക്കുള്ളൂ. അപ്പം ഇതൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ള നിയമം മൂലം നിരോധിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ ഒറ്റ പ്രതീക്ഷയുണ്ട്, മനുഷ്യനിക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.